മനസ്സിലടക്കി പിടിച്ച നീണ്ട പ്രാർത്ഥനകൾക്കൊടുവിലാണ് കാത്തിരിപ്പിന്റെ കളിത്തൊട്ടിലേക്ക് ഓരോ കുഞ്ഞും പിറന്നു വീഴുന്നത്. ദക്ഷിണ കർണാടകയിൽ സുള്യ ജയനഗറിലെ മുഹമ്മദ് ഹനീഫ് സീനത്ത് ദമ്പതികൾക്കും ജനിച്ചു ഒന്നല്ല 3 കുട്ടികൾ. അതിൽ മാലാഖയുടെ മുഖമുള്ള അസ്മിനയും വാത്സല്യത്തിന്റെ ചുവപ്പ് മാറാത്ത കവിൾത്തടവുമായി കുഞ്ഞു ഫലാഹും. ജനനത്തോടൊപ്പം വിധി അവർക്ക് വേണ്ടി ദുരന്തപൂർണമായൊരു സമ്മാനം കാത്തുവെച്ചിട്ടുണ്ടായിരുന്നു. കേൾവിശക്തിയും സംസാരശേഷിയുമില്ലാത്ത അസ്മിനയും ഫലാഹും കൈവിരലുകൾ കൊണ്ട് കരളലിയിപ്പിക്കുന്ന ആ കഥ പറഞ്ഞു തുടങ്ങുകയാണ്. ആസ്പെറ്റോസ് ഷീറ്റ് വിരിച്ച കെട്ടിടത്തിലെ ഈ ഊമപ്പെണ്ണും ഉരിയാടാപ്പയ്യനും മൗനം കൊണ്ട് തുറിച്ചു നോക്കുമ്പോൾ ഏത് ഹൃദയമാണ് തകർന്നു പോകാത്തത്? ഹനീഫിന്റെ 2 മക്കളുടെ നാവിൽ നിന്നാണ് അക്ഷരങ്ങളുടെ വിശുദ്ധിയെ ജന്മശാപം തട്ടിയെടുത്തത്. സ്വപ്നങ്ങൾക്കായി കാതോർത്തിരുന്ന ഇവരുടെ ജീവിതം 15 വർഷങ്ങൾക്ക് മുമ്പൊരു നാൾ പെട്ടെന്ന് നിശബ്ദമാവുകയായിരുന്നു. ആ ദിവസമാണ് അസ്മിന എന്ന ആദ്യത്തെ കൺമണി ഈ വീട്ടിൽ ജനിച്ചത്. അവരുടെ കുഞ്ഞു കരച്ചിലിന് വേണ്ടി ഒരുങ്ങി നിന്ന ആശുപത്രി മുറിയന്ന് മരണവീട് പോലെ മുഖമായി. പകരം അവിടെ ഉയർന്നതാകട്ടെ സീനത്ത് എന്ന ഉമ്മയുടെ ഇന്നും നിലയ്ക്കാത്ത കണ്ണുനീരാണ്. വലുതാകുമ്പോൾ ഏതൊരു പെൺകുട്ടിയെയും പോലെ വീടിന്റെ ബഹളങ്ങൾ കൊണ്ട് നിറക്കുന്ന വായാടിയായി അസ്മിന വളരുമെന്ന് തന്നെ ഹനീഫും സീനത്തും പ്രതീക്ഷിച്ചു. പക്ഷേ ജീവിതത്തിൽ അവൾക്കൊരിക്കലും അക്ഷരങ്ങളെ ശബ്ദങ്ങളിലേക്ക് പകർത്തിവെക്കാൻ കഴിഞ്ഞതേയില്ല. അതിനുശേഷം ജനിച്ച റസീനയുടേതായിരുന്നു ഇവിടെ ഉച്ചത്തിൽ മുടങ്ങിയ ആദ്യത്തെ പൊട്ടിച്ചിരി. 3 വർഷങ്ങളുടെ ഇടവേളയിൽ കുടുംബത്തിലെ ഏകാന്തരിയും പിറന്നു. വെള്ളാരം കല്ലുകൾ പോലെ തിളങ്ങുന്ന നോട്ടവും പൂർണ്ണചന്ദ്രനേക്കാൾ നിറവുമുള്ള ആൺകുട്ടിയെ അവർ ഫലാഹ് എന്ന് വിളിച്ചു. ഫലാഹ് എന്നാൽ അറബിയിൽ വിജയം എന്നാണ് അർത്ഥം. എന്നാൽ പേരിനെ ക്രൂരമായി പരിഹസിക്കുന്നത് പോലെ സംസാരിക്കാനും കേൾക്കാനും അവൻ ദയനീയമായി പരാജയപ്പെടുകയായിരുന്നു. മനം മടുപ്പിക്കുന്ന ഒരുതരം നിശബ്ദതയാണ് ഈ വീടിന്റെ അകത്തളത്തിലാകെ മുഴച്ചു നിൽക്കുന്നത്. കുഞ്ഞുനാളിൽ ചികിത്സിച്ചിരുന്നുവെങ്കിൽ, കൃത്യമായി ശസ്ത്രക്രിയ ചെയ്തിരുന്നുവെങ്കിൽ അസ്മിനയുടെ ശബ്ദം തിരിച്ചു കിട്ടുമായിരുന്നു. പക്ഷെ വിധി അവരുടെ നിശബ്ദമായ പ്രാർത്ഥനകൾ കേൾക്കാൻ കൂട്ടാക്കിയതേയില്ല. ദാരിദ്ര്യത്തിന് മുന്നിലെ ആ നിലവിളി അല്ലാഹുവല്ലാതെ മറ്റാരെങ്കിലും അറിഞ്ഞിട്ടുണ്ടാകുമോ? മൗനത്തിന്റെ ഈ മലഞ്ചെരുവിൽ കരിഞ്ഞു പോകാതെ ഇനി ബാക്കിയുള്ളത് ഫലാഹ് എന്ന കുഞ്ഞുമോന്റെ ആരും കേട്ടിട്ടില്ലാത്ത സ്വപ്നങ്ങളാണ്. ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ കേൾവിയും സംസാരവും തമ്മിലുള്ള ശാരീരിക പ്രവർത്തനം പിന്നെയും കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. കോർണിയം ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയ ചെയ്താൽ ഒരുപക്ഷെ ശബ്ദം തിരിച്ചു കിട്ടിയേക്കാമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. പിഴച്ചുപോകുന്ന വാക്കുകളുമായി ജീവിതത്തിന്റെ വഴികളിൽ അവനെങ്ങനെ ഒറ്റയ്ക്ക് സഞ്ചരിക്കും? ഉത്തരം ഇനിയും പാടിയിട്ടില്ലാത്ത താരാട്ടുപോലെ ഹനീഫിന്റെ തൊണ്ടയിൽ നിന്ന് മുറിഞ്ഞു പോകുന്നു. 2 പേരെയും ചികിത്സിക്കണമെന്ന ഹനീഫിന്റെ ആഗ്രഹത്തിന് അവരുടെ പ്രായത്തോളം തന്നെ പഴക്കമുണ്ട്. എന്നാൽ മേടമാസച്ചൂടിൽ ഈ ഷീറ്റിമേൽ കുരുക്ക് കീഴിൽ വെന്തുരുകുന്നത് ഇവരുടെ ദാരിദ്ര്യം കൂടിയാണ്. ഹനീഫ് ചെയ്യുന്ന ചെറിയ ആശാരി ജോലിയാണ് കുടുംബത്തിന്റെ ഏക വരുമാന മാർഗം. പക്ഷെ കഴിഞ്ഞ 3 വർഷങ്ങൾ ജോലിക്ക് പോകാൻ കഴിയാത്ത വിധം ഈ പിതാവ് മാനസിക രോഗത്തിന്റെ തടവറയിലായിരുന്നു എന്ന് കൂടി അറിയുക. യാ അല്ലാ, എന്തൊരു വിധിയാണിത്! സംസാരശേഷിയില്ലാത്ത മക്കൾക്കും മനസ്സ് പിഴച്ച ഭർത്താവിനുമിടയിൽ സീനത്ത് എന്ന ഉമ്മ എന്തുമാത്രം ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ടാകും. കണ്ണീര് പടർന്ന പ്രാർത്ഥനകളിൽ നിസ്കാരപ്പായ എത്ര വട്ടം നനഞ്ഞു കുതിർന്നിട്ടുണ്ടാകും. ആസ്പെറ്റോസ് ഷീറ്റിന് പകരം കോൺക്രീറ്റിന്റെ മേലാപ്പ് വരുന്ന സുവർണ ദിനങ്ങളല്ല, കുഞ്ഞു ഫലാഹ് ഉപ്പ എന്ന് സ്നേഹത്തോടെ വിളിക്കുന്ന നിമിഷമാണ് ഇവരുടെ ജീവിതാഭിലാഷം. എത്ര അകലെയാണെങ്കിലും ഉമ്മയുടെ വിളി കേട്ടാൽ അസ്മിന ഓടിയെത്തുന്ന രംഗമാണ് ഇവരുടെ സ്വപ്നങ്ങളിൽ. അസ്മിനയ്ക്ക് ശസ്ത്രക്രിയയുടെ പ്രായം കഴിഞ്ഞിരിക്കുന്നു. പരിമിതമായി കേൾവി ലഭിക്കുന്ന ഹിയറിംഗ് എയ്ഡ് മാത്രമാണ് ഇനിയുള്ള ഏക പരിഹാരം. ഭാഗ്യം തുണച്ചാൽ ഫലാഹ് ഒരുപക്ഷേ. ലക്ഷങ്ങളുടെ ഓപ്പറേഷൻ ചെലവും വിധി എപ്പോഴും നിർദ്ദയമായി തോൽപ്പിച്ചതിന്റെ അനുഭവങ്ങളും മുന്നിലുള്ളപ്പോൾ വാക്കുകൾ പൂരിപ്പിക്കാനാവാതെ ഹനീഫിന്റെയും ശബ്ദം നഷ്ടപ്പെടുകയാണ്. കൂട്ടുകാർക്ക് കവിത ഉറക്കെ ചൊല്ലുമ്പോൾ ഏറ്റുപാടാനാവാതെ വാപൊളിക്കുന്ന ഫലാഹിന്റെ ചിത്രം കണ്ണുനീരോടെയല്ലാതെ നിങ്ങൾക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല. പണമില്ലാത്തതിന്റെ പേരിൽ മാത്രം ഉമ്മ എന്ന് വിളിക്കാനുള്ള അവസരം നഷ്ടപ്പെടുന്ന കുഞ്ഞു ഫലാഹിന് നിങ്ങളുടെ പൊന്നുമോന്റെ കൊച്ചനുജന്റെ മുഖം തന്നെയല്ലേ? അപൂർണമായ ശബ്ദം പോലെ ഫ്രെയിമിൽ കുടുങ്ങിയ ഫലാഹിന്റെ കീറിപ്പറഞ്ഞ യൂണിഫോം അണിഞ്ഞൊരുങ്ങി അവൻ ധരിച്ച ഏറ്റവും മികച്ച വസ്ത്രമാണെന്ന് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടോ? സംസാരിക്കാനല്ലെങ്കിൽ അല്ലാഹു എനിക്ക് എന്തിനീ നാവു തന്നുവെന്ന് നിഷ്കളങ്കമായ മുഖത്ത് തെളിയുന്ന ചോദ്യം കാണാതെ പോകുന്നതെങ്ങനെ? കാരുണ്യം കൊണ്ട് നമുക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയില്ലേ ആ ശബ്ദത്തെ? അസ്മിനയുടെ നിശബ്ദമായ സ്വപ്നങ്ങളെ കേൾവി നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഉത്തരം പറയേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. ക്യാമറമാൻ നാസർ മാനിയോടൊപ്പം ഖയ്യൂം മാന്യ, ഈ വിഷൻ ന്യൂസ്.